No side of where I wanna live. Is it standing right in front of me? ഞാനിന്ന് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് എക്കോസ്പോർട്ടിൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഫോർഡ് എക്കോസ്പോർട്ട് ടൈറ്റാനിയം, അതാണ് ഇപ്പോൾ ഞങ്ങളുടെ പുതിയ വണ്ടി. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റിവ്യൂസിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ഇൻറ്റീരിയർ എന്താണെന്ന് നോക്കാം. ഇൻറ്റീരിയർ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. നമുക്ക് ഫസ്റ്റ് ഇൻറ്റീരിയർ എന്താണെന്ന് പുതിയ കാറിൻ്റെ ഒരു 2021 മോഡലാണിത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ കീ. പക്ഷേ ഇപ്പോൾ നമുക്കിതിപ്പോൾ കണ്ടോ, ലോക്ക് അൺലോക്ക് ഓപ്ഷൻ ഇവിടെ തന്നെ കാണാം. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇവിടെ പ്രസ് ചെയ്തിട്ടാണ് എൻജിന് സ്റ്റാർട്ട് ചെയ്യണതും സ്റ്റോപ്പ് ചെയ്യണതും. പിന്നെ ഇവിടെ ഒരു നമ്മുടെ ഡോറിൻ്റെ സൈഡിൽ വിൻഡോസ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ മറ്റൊരു ഫീച്ചറാണ് റിയർ വ്യൂ ക്യാമറ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ റിവേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നോക്കി നോക്കി പോവാം. ലേഡീസിനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പ്രത്യേകിച്ച് പാർക്കിംഗ് ആണ് ലേഡീസിന് ഏറ്റവും പ്രയാസമുള്ളത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് റിവേഴ്സ് ചെയ്യുക, പാർക്ക് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ് കേട്ടോ മറ്റൊരു പ്രത്യേകത. ഇതിൻ്റെ ഒരു വേറൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ഓടിക്കുന്ന ആളുടെ സൗകര്യത്തിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ കണ്ടോ ഇതിപ്പോൾ മൂവ് ചെയ്യാം. കണ്ടോ, ഹൈറ്റ് ഉള്ള ആൾക്കാർക്കും കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു കാര്യമല്ലേ, നമുക്ക് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ മുന്നേ യൂസ് ചെയ്ത വണ്ടിയിലൊന്നും ഇതുണ്ടായിട്ടില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് തന്നെ കണ്ടോ, ഈ ഇപ്പം നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനുള്ളതും സ്റ്റീരിയോയുടെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും പിന്നെ മ്യൂസിക് പ്ലേ ചെയ്യാനും എല്ലാ ഓപ്ഷൻസും ഇവിടെ തന്നെ സ്റ്റിയറിംഗ് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഫോണും അറ്റൻഡ് ചെയ്യാൻ കഴിയും. അങ്ങനത്തെ എല്ലാ ഓപ്ഷനും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതാണ് ഹോണ്. അപ്പോൾ എല്ലാ ഒരു സൗകര്യവും ഈ സ്റ്റിയറിംഗിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഓടിക്കുന്ന ആൾക്കും കംഫർട്ടബിൾ ആയിരിക്കും. ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഈ 4 ബട്ടൺ, ഇത് നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് തന്നെ എല്ലാം ഈ ഡോറിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു ബോട്ടിൽ വെക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി ഉണ്ട്. പിന്നെ എന്താ പറയുക, ലോക്കിൻ്റെ ലോക്ക് അൺലോക്ക് ഒരു ബട്ടൺസും ഇവിടെ ഉണ്ട്. ഇത് സാധാരണ മാനുവൽ ഗിയർ ആണ്. ഞങ്ങൾ ഓട്ടോമാറ്റിക് അല്ല എടുത്തത്. അപ്പം സാധാരണ ഗിയർ തന്നെയാണ്. പിന്നെ ഇവിടെ ഈ ഗിയറിന് അടുത്ത് തന്നെയാണ് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി ഇവിടെയാണ് വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് എല്ലാ വണ്ടിയിലും ഉള്ളതുപോലെ ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. അതിനോട് ചേർന്നൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡസ്റ്റ്ബിൻ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ്. പിന്നെ മെയിനായിട്ടുള്ളത് ഇവിടെയുള്ള ഹാൻഡ് റെസ്റ്റ്. ഈ ഹാൻഡ് റെസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ബോക്സ് ആണ്, കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും, കുറച്ച് സ്പേഷ്യസ് ആണ്. പിന്നെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ക്ലോസ് ചെയ്തിട്ട് ഹാൻഡ് ഇതുപോലെ റെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ സെറ്റിങ്സ് കാണിച്ചു തരാം, നമ്മുടെ ടച്ച് സ്ക്രീനിൻ്റെ. അപ്പോൾ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ കണ്ടോ, സൗണ്ട്, ക്ലോക്ക്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് നമുക്ക് ഓൺ ചെയ്ത് വെക്കാം. അത് ഓൾറെഡി ഞങ്ങൾ ഓൺ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫോണൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ കണ്ടോ, നമ്പർ ഡയൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ആരുടെ ഫോണാണ് കണക്ട് ചെയ്ത് വെച്ചാൽ അവരുടെ കോൺടാക്ട്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കോൾ ചെയ്യാം. ഞാൻ മുന്നേ പറഞ്ഞു സ്റ്റിയറിംഗിൽ കോൾ അറ്റൻഡ് ചെയ്യാനുള്ളതുണ്ട് എന്ന്, പക്ഷേ ഇല്ല, നമ്മൾ ബ്ലൂടൂത്തിലാണ് കണക്ട് ചെയ്യേണ്ടത്, എന്നിട്ടാണ് കോൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഈ ഒരു ടച്ച് സ്ക്രീനിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. നേവിഗേഷൻ വേണമെങ്കിൽ നമുക്ക് നേവിഗേഷനും അതും ചെയ്യാം. ഇവിടെ അക്സെപ്റ്റ് ചെയ്താൽ മതി. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എവിടേക്കാണ് ഇപ്പോൾ പോകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും, ഇൻഫോർമേഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ഫെസിലിറ്റിയും ഇതിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, നാവിഗേഷൻ ഓണായി. അപ്പം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യുക, എന്താ വേണ്ടതെന്നൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി.
അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു ബട്ടൺസൊക്കെ ഉണ്ടല്ലോ, ഇത് ഈ ഒരു ഇവിടെ കാണിക്കുന്നു വണ്ടിയുടെ സെറ്റിങ്സൊക്കെ ഡിസ്പ്ലേ കാണിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടോ, ഇവിടെ സെറ്റിങ്സൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഇതിനെ പറ്റി അത്ര കൂടുതലായിട്ട് അറിയില്ല. ഞാൻ ടെക്നിക്കലി അല്ല പറയണത്, ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ടെക്നിക്കലി പറയാൻ വേണ്ടി എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു ബട്ടൺസ് അതിനുള്ളതാണ്. പിന്നെ ഇവിടെ നമ്മുടെ സിസ്റ്റത്തിലെ ഇപ്പോൾ വോളിയം കൂട്ടാനും കുറയ്ക്കാനും പിന്നെ നിങ്ങൾക്ക് ചാനൽ മാറ്റാനും ഒക്കെ ഉള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു 21 മോഡലിൻ്റെ ഏറ്റവും ഒരു പ്രധാന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഒരു സൺറൂഫാണ്. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. ഇത് മുന്നേ ഉള്ള മോഡലൊന്നുമില്ല, ഈ ഒരു 21 മോഡലിന് മാത്രമാണ് വന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഇത് സ്ക്രീൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ ഇത് കാണാം, ഈ വിൻഡോ കാണാം. അപ്പം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തോട്ടേക്ക് നോക്കിയിട്ട് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ ബട്ടൺ വരുന്നത് ഇവിടെയാണ്. അപ്പം ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീന് ഇങ്ങനെ നീങ്ങി വരും. കണ്ടോ, ഒരു ബ്യൂട്ടിഫുൾ ഒരു സംഭവമാണിത്. അപ്പം നമുക്ക് മെല്ലെ മുകളിലോട്ടേക്ക് ഇങ്ങനെ പോയിട്ട് കണ്ടോ, കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഇങ്ങനെ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് 2 എയർ ബാഗാണുള്ളത്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ എന്താ വരുന്നത് വെച്ചാൽ ഇത് ഇങ്ങനൊരു ഇതുണ്ട്. ഇത് നമുക്ക് മൊബൈലൊക്കെ വെക്കാനുള്ള ഒരു സൗകര്യമാണ്. പിന്നെ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്. ഒരു ബോക്സ് കണ്ടോ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ പേപ്പേഴ്സൊക്കെ ഇട്ട് വെക്കാം. ഇങ്ങനൊരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയറും കാര്യങ്ങളും. പിന്നെ ഇനി ഞാൻ സീറ്റൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഇപ്പോൾ സീറ്റ് ഇതാ സ്പേഷ്യസ് ആണ്. ഇപ്പോൾ കാലൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് നന്നായിട്ട്. സുഖമായിട്ട് നമുക്ക് 2 ആൾക്ക് സുഖമായിട്ട് ഫ്രണ്ടിലും പിറകിൽ 3 പേർക്കും ഇരിക്കാം. അപ്പോൾ പിറകിലാണെങ്കിൽ 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. കണ്ടോ, നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ പിറകിലായിട്ടാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. 3 ആൾക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. കാല് വെക്കാനുള്ള സ്പേസും ഉണ്ട്. നന്നായിട്ട് നമുക്ക് കാലൊക്കെ വെച്ച് സുഖമായിട്ട് ലോങ് ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് കാലൊക്കെ വെച്ചിട്ട് സുഖമായിട്ട് സഞ്ചരിക്കാം. പിന്നെ ഇവിടെ ഒരു പൗച്ചുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ലേഡീസിനൊക്കെ ഒരു ലിപ്സ്റ്റിക്ക്, ഒരു ലിപ് ബാം, ഒരു കോമ്പൊക്കെ ഇട്ട് വെക്കാമല്ലോ. 2 സീറ്റിൻ്റെ പിറകിലായിട്ട് ഈ ഒരു പൗച്ചുണ്ട്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു ഹാൻഡ് റെസ്റ്റ് ആണിത്. പിന്നെ ഡോറിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഡോറിൽ ഇത് ചെറിയൊരു ബോട്ടിൽ വെക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ സ്പീക്കർ വരുന്നത് ഡോറിൽ തന്നെയാണ്. അപ്പം പാട്ടൊക്കെ കേൾക്കാൻ പിറകിലുള്ളവർക്കും പാട്ടൊക്കെ കേൾക്കാനുള്ള എല്ലാ ഇതും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. ബാക്കിൽ നമുക്ക് കുഷ്യൻസൊക്കെ വെക്കാനും പിന്നെ അങ്ങനെ വലിയ വെയിറ്റുള്ള സാധനങ്ങൾ വെക്കാൻ പറ്റില്ല. ലൈറ്റ് വെയിറ്റ് ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം, ചെറുതായിട്ടൊക്കെ വെക്കാൻ, അത്രയേ ഉള്ളൂ. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാം. പിറകിൽ നല്ല സ്പേഷ്യസ് ഉണ്ട് കേട്ടോ. കുറച്ച് ഐറ്റംസൊക്കെ നന്നായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാം. പിന്നെ ഈ ഒരു കാറ് ക്ലീൻ ചെയ്യാനുള്ളൊരു സംഭവമാണ്, അവർ തന്നതാണ്. ഇത് ഫ്രീ ആണ്, വണ്ടിയുടെ കൂടെ നമുക്ക് കിട്ടുന്നതാണ്, ഫ്രീ കിട്ടുന്നതാണ്. അപ്പോൾ ഇവരതൊന്നും യൂസ് ചെയ്യേണ്ട കാര്യം വന്നില്ലല്ലോ, പുതിയ വണ്ടിയല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്ലീൻ ചെയ്യുന്ന ഐറ്റംസൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഡിക്കി. ഇതിൻ്റെ എല്ലാ വീൽസും അലോയ് വീൽസാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കണ്ടോ, ഇവിടെ ബാക്കിലൊന്ന് വരുന്നുണ്ടല്ലോ, ഒരു വീല് വരുന്നുണ്ടോ, അതടക്കം എല്ലാം അലോയ് വീൽസാണ്. ഇപ്പോൾ ഈ വണ്ടിയുടെ മൈലേജ് എന്ന് പറഞ്ഞാൽ 15 to 17 കിലോമീറ്റർ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഹൈവേയിലാണെങ്കിൽ 15 to 17 കിലോമീറ്ററോളം കിട്ടുന്നതാണ് കമ്പനി പറയുന്നത്. ഇപ്പോൾ ട്രാഫിക് ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 12 to 15 വരെയാണ് മൈലേജ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കമ്പനി പറയുന്നത്.
അപ്പം ഞാനിപ്പോൾ വണ്ടിയുടെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പം ഞാൻ ചെയ്തത് ടെക്നിക്കലി എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല, പക്ഷേ നമുക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.